പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ചതുരം, റെക്റ്റാങ്കിൾ, ഈ രണ്ട് മട്ടങ്ങൾ ഉപയോഗിച്ചിട്ട്, ഇതാണ് മട്ടം, ഇതിന് ഇംഗ്ലീഷിൽ പറയാം സെറ്റ് സ്ക്വയർ എന്നാണ്. ചതുരത്തിന് റെക്റ്റാങ്കിൾ, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ റെക്റ്റാങ്കിൾ, സെറ്റ് സ്ക്വയർ, ഇത് സ്പെല്ലിംഗ് അടക്കം പഠിക്കണം. ഇതിന് പറയാം സെറ്റ് സ്ക്വയർ, റെക്റ്റാങ്കിൾ, ചതുരം. അപ്പോൾ എങ്ങനെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് റെക്റ്റാങ്കിൾ വരയ്ക്കാം, മട്ടം ഉപയോഗിച്ച് ചതുരം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം 10 സെൻറ്റിമീറ്റർ, ഒരു 10 സെൻറ്റിമീറ്റർ നീളത്തിലും 4 സെൻറ്റിമീറ്റർ വീതിയിലും ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരക്കണം, ചതുരം വരക്കണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, 10 സെൻറ്റിമീറ്റർ സ്കെയിലെടുത്ത് വരയ്ക്കുക. 10 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. മട്ടത്തിൻ്റെ മട്ടമൂല പറഞ്ഞ മൂല, ഈ മൂല ഇതാ നേരെ ഇങ്ങനെ വരുന്നത്, നേരെ കറക്റ്റ് വരുന്നത്. ചതുരം നേരെ വരണമെങ്കിൽ ഈ മൂലകൾ ഉപയോഗിക്കേണ്ടി ഉണ്ടല്ലേ. ഇങ്ങനെയൊക്കെ വെക്കാം, അതാ ഉണ്ടോ, ഇങ്ങനെ എത്ര കിട്ടും, എന്താ ഇങ്ങനെയൊക്കെ, ഇതാണ് ഈ മൂല. അപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്ററിൽ വരച്ചു. ഈ 4 സെൻറ്റിമീറ്ററിൽ ഇതിൻ്റെ 4 സെൻറ്റിമീറ്റർ അളവിൽ കുത്തനെ വരയ്ക്കുക, സ്ട്രൈറ്റ് ആയിട്ട്, സ്ട്രൈറ്റ് ആയിട്ട് എന്താ 4 സെൻറ്റിമീറ്റർ. ഇതേ മൂല ഈ മൂലൻ്റെ ഉപയോഗിച്ച് ചെയ്യുക. എങ്ങനെ ഇല്ലേ, ഇതല്ലേ, ഇങ്ങനെ പിടിച്ചാൽ ഈ മൂലന്നെ 4 സെൻറ്റിമീറ്റർ. ഇതേപോലെ ഇത് ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. ഇത് കണ്ടില്ല, നിങ്ങൾ വെച്ച് കറക്റ്റ് വെച്ചാണ്ടല്ലേ. അതേപോലെ അതാ, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുക, ഇങ്ങനെ കറക്റ്റ്. അപ്പം ഈ 2 മൂലകൾ ഉപയോഗിച്ച് ചതുരം വരക്കുന്നതും അതുമായുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു സെൻറ്റിമീറ്റർ തന്നാൽ, അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക. പിന്നെ ചതുരത്തിൽ ശ്രദ്ധിക്കണം, ഇവിടെ 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പം ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കലാണ് ഈ പാഠത്തിൽ. ഇനി ഞാൻ അടിയിൽ കുറച്ച് വർക്കുകൾ തരുന്നുണ്ട്. ആ വർക്കുകൾ നിങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ എൻ്റെ വാട്സപ്പിൽ അയക്കുക.